ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിമും അതുപോലെ നമ്മുടെ ക്ലാസ്സിക് ബോക്സൊക്കെ എങ്ങനെ സേഫായിട്ട് കൊറിയർ ചെയ്യാമെന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രെയിം എങ്ങനെ നമുക്ക് കൊറിയർ ചെയ്യാനായി പാക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്ലിങ് റാപ്പർ വെച്ച് നന്നായി ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം അവിടെ എത്തുമ്പോഴേക്കും ഡാമേജ് ആയിട്ടുണ്ടാവും. ഇതിന് മുമ്പ് വേറെ രീതിയിലൊക്കെ അയച്ചിട്ടുണ്ട്. ചിലത് നമുക്ക് ഫൈൽഡ് ആയിട്ടുണ്ട്, ഡാമേജ് ആയിട്ട് പ്രൊഡക്റ്റ് എത്തിയ കേസുണ്ട്. പക്ഷേ ഇത് നല്ല സേഫായിട്ട് എത്തിയതിന് ശേഷമൊക്കെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു രീതിയിൽ ഫ്രെയിം അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ നന്നായി റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് എല്ലാ സൈഡിലേക്കുമായിട്ട് തെർമോക്കോൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായി റൗണ്ട് ചെയ്തെടുക്കാം. ഇതിലൊന്നും ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഡാമേജൊന്നും കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കോളും. അപ്പോൾ നമുക്കതിൽ എന്തായാലും ഈ ഒരു പാക്കിങ്ങിൻ്റെ ഇതുവേ വരുന്നുള്ളൂ. അല്ല ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നല്ല പാക്കിങ് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഷിപ്പൊക്കെ പറയുമ്പോൾ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ എക്സ്പെൻസ് കൂടി ഒന്ന് ചേർത്തിട്ട് പറയാം. അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല, നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് തന്നെ ലഭിക്കും. പക്ഷേ പാക്കിങ് എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രെയിം പോലത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പാറ്റേൺ പേപ്പറിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതൊന്നും നിർബന്ധമില്ല, എന്നാലും നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചെങ്കിൽ നമ്മൊരു ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ലൊരു നല്ലൊരു റാപ്പൊക്കെ ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
ഇതൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ലോഗോ കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കവറിൽ ജസ്റ്റ് ഒന്നുകൂടി റാപ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വരുന്നൊരു പ്രശ്നമാണ് നമുക്ക് കവറ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ എന്തായാലും തീരും കുറച്ച് ഓർഡേഴ്സ് വരുമ്പോൾ. അപ്പോൾ നമുക്കതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ കവറൊക്കെ വാങ്ങുന്ന ഷോപ്പൊക്കെ എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കവറൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് നല്ലൊരു രീതിയിൽ തന്നെ കൊറിയർ ചെയ്യുക. ഇനി നമുക്ക് ക്ലാസി ബോക്സ് എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വിത്തിൻ കേരളയാണെങ്കിലും ഔട്ട് ഓഫ് കേരളയാണെങ്കിലും ഞാൻ പാക്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് വിത്തിൻ കേരളയിലാണ്. എന്താ വെച്ചെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ രണ്ട് ഭാഗത്തും തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഒന്ന് സെല്ലോ ടാപ്പിനോട് ഒട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊടുക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതിയാകും, ഒരു ഡാമേജും ഉണ്ടാവില്ല. അതേസമയത്ത് നിങ്ങൾ ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ബോക്സ് ആണെങ്കിൽ എന്തായാലും രണ്ട് വശത്തും തെർമോക്കോൾ വെച്ചിട്ട് തന്നെ സെല്ലോ ടാപ്പൊക്കെ ചെയ്തിട്ട് അയക്കാൻ നോക്കും. കാർഡ്ബോർഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തതാണെങ്കിൽ ഈ ഒരു പാക്കിങ് തന്നെ മതി കേട്ടോ. വിത്തിൻ കേരളയിലാണെങ്കിൽ ഔട്ട് ഓഫ് കേരളയിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് തെർമോക്കോൾ കൂടി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു ഡാമേജും വരില്ല. ഇതൊക്കെ എന്തായാലും കൊറിയർ ചെയ്ത എക്സ്പീരിയൻസിലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോക്സ് മാത്രമായിട്ട് ഓർഡേഴ്സ് കിട്ടും. ആ ടൈമിലെന്ന് വെച്ചെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം പാക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഡാമേജ് ആവുന്നത് ഒഴിവാക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് അയക്കാൻ പറ്റും. അധികം ബിഗിനേഴ്സിനുള്ള ഡൗട്ടായിരിക്കും, ഇത് ഡാമേജ് ഇല്ലാതെത്തോ, എങ്ങനെയായിരിക്കും ഇത് ഫ്രെയിമൊക്കെ ഓർഡേഴ്സ് എടുക്കാൻ പറ്റുമോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിനൂടെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് കൊറിയർ അയക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്, എന്നാലും പറയുകയാണ്. നമുക്ക് കൊറിയർ ഒന്നെങ്കിൽ DTTC അല്ലെങ്കിൽ അതുപോലെ കുറച്ച് കൊറിയർ ഇതുണ്ടല്ലോ ഓഫീസ് വഴി നമുക്ക് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റും. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ നമ്മൾ ഫ്രമ്മും ടൂവും രണ്ട് സൈഡിലായിട്ട് വെക്കുക. അതുപോലെ ഈ ഒരു DTTC പോലെയുള്ളവയാണെങ്കിൽ ജസ്റ്റ് ടു എഴുതിയതിന് ശേഷം താഴെ ജസ്റ്റ് ഫ്രം എന്ന് എഴുതിയിട്ട് നമ്മുടെ പേരും മൊബൈൽ നമ്പർ മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചെങ്കിൽ നമുക്കൊരു അറിവും പറഞ്ഞു കൊടുത്തത് കൊണ്ട് കുറയാൻ പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിന് ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.